ടീച്ചർ കഴിഞ്ഞ ദിവസം ആ വാവച്ച മുതലാളിയുടെ വീട്ടിൽ പോയിരുന്നു. പോയിരുന്നു അല്ലേ? പോയി. അയാളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ ടീച്ചർക്ക്? പിന്നെന്തിനാ അങ്ങോട്ട് പോയത്? അത് ഒഴിവാക്കാമായിരുന്നില്ലേ? അത് പിന്നെ എന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ അത് തീർക്കാൻ പല വഴിയും തേടൂലേ, അങ്ങനെ പോയതാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ പരിഹരിക്കായിരുന്നല്ലോ. എല്ലാ കാര്യത്തിനും സാറിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാ പറയാതിരുന്നത്. സത്യത്തില് ദേവൻ സാറ് ചോദിച്ചത് ശരിയല്ലേ? ആ വാവച്ചൻ ചീത്ത സ്വഭാവക്കാരനാണെന്ന് അറിയാം, പിന്നെ എന്തിനാ അവിടെ പോയത്? അപ്പോഴത്തെ ആവശ്യത്തില് അതൊട്ട് ചിന്തിച്ചതുമില്ല. ദേവൻ സാറിന് എന്ത് തോന്നിക്കാണോ ആവോ. പക്ഷേ ഞാൻ ആ വീട്ടിൽ പോയ കാര്യം സാറെങ്ങനെ അറിഞ്ഞു? സുനന്ദയോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. സാറിനോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. സാറിന് വിഷമമായി കാണും. ചോദിക്കാതെ തന്നെ എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആളാ. ചില നേരത്തെ തലയ്ക്കകത്ത് കളിമണ്ണാണെന്ന് തോന്നും. അല്ലെങ്കിൽ സാറിനോട് ആ നേരത്ത് അങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? നാളെ ട്യൂഷന് വരുമ്പോ സോറി പറയാം. അതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആ പാവത്തിന് വിഷമാവും. നാളെ ആവട്ടെ. നീ സത്യസന്ധതയില്ലാത്തവനാണ്. ആഞ്ജനേയ ഭക്തർ സത്യസന്ധത ഇല്ലാത്തവനായി എന്ന് പറഞ്ഞാൽ ആഞ്ജനേയ ഭക്തി അവനിൽ ഒട്ടുമില്ലാതായി എന്നാണ് അർത്ഥം. ഒരു നുണ മറയ്ക്കാൻ അതിനു മുകളിൽ 100 നുണകൾ. ദേവാ, നാശത്തിലേക്ക് നിന്റെ പോക്ക്. ആഞ്ജനേയനെ തൊട്ട് ബ്രഹ്മചര്യ പ്രതിജ്ഞ എടുത്തവൻ സ്ത്രീകളോടുള്ള പ്രതിപത്തിയാണ് ആദ്യം ഉപേക്ഷിക്കേണ്ടത്. ആ 1-ാം പ്രമാണം തന്നെ നീ തെറ്റിച്ചു. ദേവാ, അതിന്റെ ശിക്ഷ വളരെ വലുതായിരിക്കും. ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരിക നീയല്ല, ആ ടീച്ചറായിരിക്കും. അവസാനമായ ഒരു അവസരം കൂടി ഞാൻ നിനക്ക് തരാം. ഒന്നുകിൽ ആഞ്ജനേയ ഭക്തനായി മടങ്ങി വരിക, അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും ആ ടീച്ചറിന്റെ പുറകെ നടന്ന് നിന്റെയും ആ ടീച്ചറിന്റെയും ജീവിതം തുലയ്ക്കാം. ആശാൻ പറഞ്ഞ ശരിയാ. ഞാൻ ടീച്ചറെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ മുതലാ ടീച്ചർക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. ടീച്ചർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആ കുട്ടിയുടെ കയ്യിൽ സിഗരറ്റ് കണ്ട് അത് മേടിക്കാനുള്ള ശ്രമത്തിനിടയിലാ വീണത്. വിശദീകരണം വക്കാലത്തൊക്കെ കോടതിയില്. വാ, വന്ന് വണ്ടി കയറ്. വേഗം അഴിക്ക്. എന്തുപറ്റി? അറിയില്ല. സൂക്ഷിച്ച്. എന്നോടുള്ള കോപം ആഞ്ജനേയ സ്വാമി ആ ടീച്ചറോടെ തീർക്കുന്നത്. ടീച്ചർക്ക് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഞാൻ പിന്മാറിയേ പറ്റൂ. സ്വാമി, വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലുണ്ടാവരുതേ.